കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു 1 ഇയർ ബേബിയുടെ ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ക്ലോത്ത് എടുത്ത് 4 4 ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 16.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താം. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഷോൾഡർ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചാണ്. അടയാളപ്പെടുത്താം. അവിടെ നിന്ന് നമുക്ക് ആം ഹോൾ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ബോക്സ് വരയ്ക്കാം. അപ്പൊ നമ്മളിവിടെ ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ഇവിടെ ചെസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഒരു 5.5 ഇഞ്ചാണ്. പ്ലസ് ഒരു 1.5 ഇഞ്ച് നമുക്ക് എന്താ തയ്യൽ തുമ്പായിട്ട് എടുക്കാം. 5.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്. ഇനി അടുത്ത് നമുക്ക് വേസ്റ്റ് ലെങ്ത് നോക്കാം. ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റിൻ്റെ വിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇനി ഇവ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. അതിനുശേഷം ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി അടയാളപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കർവ് അടയാളപ്പെടുത്താം. ഇനി നെക്കിന്റെ വിട്ട് ഒരു 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിന്റെ ബാക്കിന്റെയും നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഒരു 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കർവ് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് വരയ്ക്കാം. പാർട്ട് എടുത്ത ശേഷം അതിൻ്റെ നെക്കിൻ്റെ മിഡിൽ ഭാഗത്തു നിന്ന് നമുക്കൊരു 2.5 ഇഞ്ച് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ലൈൻ കൊടുക്കണം. എന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞിൻ്റെ കഴുത്ത് നമുക്ക് കയറണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പൺ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.